നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയെ സംഘർഷത്തിൽ 220 പേർക്കെതിരെ കേസെടുത്തത് SFI, MSF, KSU സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ്. തലശ്ശേരിയിൽ യാത്രക്കാരുടെ ഉറക്കം കെടുത്തിയൊരു മാല മോഷ്ടാവ്. മണിക്കൂറുകൾക്കുള്ളിൽ മാല നഷ്ടമായത് 3 പേർക്ക്. കൂത്തുപറമ്പ് മണ്ഡലം തൊഴിൽ മേള ഓഗസ്റ്റ് 23-ന് പാനൂരിൽ. സംഘാടക സമിതി ഓഫീസ് തുറന്നു. മാഹി കമ്മ്യൂണിറ്റി കോളേജിൽ സ്ഥിരമായ ഒരു ക്യാമ്പസ് ലഭിക്കാൻ പോണ്ടിച്ചേരി സർവകലാശാല ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വൈസ് ചാൻസലർ പ്രൊഫസർ പ്രകാശ് ബാബു. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്നതിന് മുഖ്യ പരിഗണന നൽകുമെന്നും വൈസ് ചാൻസലർ. വാർത്തകൾ വിശദമായി. കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിനിടെ സംഘർഷമുണ്ടായതുമായി ബന്ധപ്പെട്ട് 200ഓളം പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. SFI, MSF, KSU സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെയാണ് കേസ്. SFI, MSF, KSU സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്, MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി എന്നിവരുൾപ്പെടെ കേസിൽ പ്രതിയാണ്. ഇവരുൾപ്പെടെ 200ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. തലശ്ശേരിയിൽ യാത്രക്കാരുടെ ഉറക്കം കെടുത്തി ഒരു മാല മോഷ്ടാവ്. മണിക്കൂറുകൾക്കുള്ളിൽ 3 പേർക്കാണ് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായത്. നമ്പർ പ്ലേറ്റില്ലാത്ത ഇരുചക്ര വാഹനത്തിലെത്തിയാണ് മാല മോഷണം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. നട്ടുച്ചയ്ക്ക് റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന വിധവയുടെ കഴുത്തിലെ സ്വർണമാല കവർച്ച നടത്തിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ മറ്റൊരു കേസിലും പ്രതിയാണെന്ന് സൂചന പോലീസിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോടിയേരി ഓണിയൻ സ്കൂളിനടുത്തുള്ള ബാലവാടിക്ക് സമീപം വെച്ചാണ് പ്രതി മാല മോഷ്ടിച്ചത്. റോഡിൽ കൂടി നടന്ന് സഹോദരന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന കവിയൂരിലെ കുട്ടിയിൽ വീട്ടിൽ പരേതനായ ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ ഭാർഗവി. ഇവരുടെ കഴുത്തിലെ 3 പവൻ ചെയിൻ എതിർദിശയിൽ നിന്നും ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്ന പ്രതി പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞതായിട്ടാണ് പരാതി. പകൽ 12 മണിയോടെയാണ് പരാതിക്കാധാരമായ സംഭവം. ആ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങളിൽ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതാറവള്ളിൻ്റെ അടുത്ത് ബസ് ഇറങ്ങിയിട്ട് ഞാൻ സ്ഥിരം നടന്നു വരുന്ന വഴി തന്നെയാണ്. ആ വഴി കൂടെ നടന്ന് ബാങ്ക് അർബൻ ബാങ്ക് ഉണ്ട് അവിടെ, അതിൻ്റെ ആ സൈഡ് കൂടിയുള്ള ആ ഇടവഴി കൂടിയാണ് ഞാൻ വരുന്നത്. അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞേരം കുറേ ഇടവഴി ഇങ്ങോട്ട് കഴിഞ്ഞേരം ഒരു ബൈക്ക് എൻ്റെ പിന്നാലെ വന്നിരുന്നു. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. എന്നെയും മറികടന്ന് കുറേ മുൻപോട്ട് പോയതിൻ്റെ ശേഷം തിരിച്ച് ഒരു വീട്ടിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് എന്നെ ഇപ്പോൾ തന്നെ വന്ന് അതിന് ശേഷം അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, ഒരു സംശയം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വീടിൻ്റെതാന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്ഥലം ഇവിടെ അല്ല, ഈ ഇടവഴിക്കുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റൂല എന്ന് പറയാൻ പോകുമ്പോൾ മാലയും പൊട്ടിച്ചിട്ട് അപ്പം തന്നെ അവൻ ബൈക്ക് ഓടിച്ച് പോവുകയും ചെയ്യും. നാദാപുരം പോലീസ് പരിധിയിൽ സമാനമായ കേസിലും പ്രതിയാണെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം രാവിലെ തലായി ഗോപാൽപേട്ടയിലെ സ്കൂളിലെ പാചക തൊഴിലാളിയായ കതിരൂർ 4-ാം മൈലിലെ ശശികലയുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണ ചെയിൻ പിടിച്ചുപറിച്ചു കൊണ്ടുപോയതും അതേ ദിവസം കൂത്തുപറമ്പിൽ നിന്നും സ്ത്രീയുടെ ചെയിൻ അപഹരിച്ചതും പ്രതിയാണെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. കൂത്തുപറമ്പ് മണ്ഡലം തൊഴിൽ മേള ഓഗസ്റ്റ് 23-ന് പാനൂരിൽ നടക്കും. സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. തൊഴിൽ മേളയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിവരുന്നതായി KP മോഹൻ MLA പറഞ്ഞു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ സഹകരണത്തോടെ 23-ന് രാവിലെ 9:30-ന് മെഗാ തൊഴിൽ മേള നടത്തും. പാനൂർ UP സ്കൂളിൽ നടക്കുന്ന മേളയിൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, മാനേജ്മെന്റ്, ധനകാര്യം, ആരോഗ്യം, വ്യവസായം, വിദ്യാഭ്യാസം, മറ്റ് സേവന മേഖലകൾ എന്നിവിടങ്ങളിൽ നിന്നായി 500-ലേറെ തൊഴിലവസരങ്ങളുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള 20-ലധികം സ്ഥാപനങ്ങളും മറ്റ് തൊഴിൽദാതാക്കളും മേളയിൽ പങ്കെടുക്കും. വിദ്യാഭ്യാസ യോഗ്യതയോ പ്രായപരിധിയോ ഇല്ലാതെ തൊഴിൽ രഹിതരായവർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരമാണ് മേളയിൽ ഒരുക്കുന്നത്. KP മോഹനൻ MLA ചെയർമാനായും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ വൈസ് ചെയർമാൻമാരായും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ജനറൽ കൺവീനറായും 100-അംഗ സംഘാടക സമിതിയും മണ്ഡലതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംഘാടക സമിതി ഓഫീസ് പാനൂർ PR മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, കൗൺസിലർ KK സുധീർ കുമാർ, ജ്യോതിസ് കോർഡിനേറ്റർ ദിനേശൻ മഠത്തിൽ, E സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. 23-ാം തീയതി
മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുകയാണ്. തൊഴിൽ വകുപ്പിൻ്റെയും എംപ്ലോയ്മെൻറ്റ് സെൻറ്ററിൻ്റെയും നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ സഹകരണത്തോടെ 23 രാവിലെ 9:30 മെഗാ തൊഴിൽ മേള നടക്കുകയാണ്. പാനൂർ UP സ്കൂളിൽ നടക്കുന്ന ഈ മേളയിൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ്, ധനകാര്യം, ആരോഗ്യം, വ്യവസായം, വിദ്യാഭ്യാസം, മറ്റ് സേവന മേഖലകൾ എന്നിവിടങ്ങളിൽ നിന്നായ തൊഴിൽ അന്വേഷകർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. പരിപാടികൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ KP മോഹനൻ MLA, പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, കൗൺസിലർ KK സുധീർ കുമാർ, ജ്യോതിസ് കോർഡിനേറ്റർ ദിനേശൻ മഠത്തിൽ എന്നിവർ പങ്കെടുത്തു. മാഹിയിലെ കമ്മ്യൂണിറ്റി കോളേജിനായി സ്ഥിരമായ ഒരു ക്യാമ്പസ് ലഭിക്കാൻ പോണ്ടിച്ചേരി സർവകലാശാല ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പ്രകാശ് ബാബു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കമ്മ്യൂണിറ്റി കോളേജിന്റെ അടിസ്ഥാന വികസനത്തിനും ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുവാനും മുഖ്യ പരിഗണന നൽകുമെന്നും വൈസ് ചാൻസലർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. The colleges, we wanted to go and check the colleges, the infrastructure and also the faculty and also the students and the quality of the education that they are also providing, because ultimately the degree is also going with the Pondicherry Central University name. Therefore, it is our responsibility to make sure the affiliated colleges also conduct the checks and balances to assure the quality of education that is provided to the students. So we will talk to all the heads of the affiliated colleges also along with that. So therefore, we are come here as a team to project that we are very serious, very keen and very sincere to develop this particular region in the education system and to reassure the local student community to provide the employable courses so that their future will be beneficial. കമ്മ്യൂണിറ്റി കോളേജിലെ നിലവിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പോണ്ടിച്ചേരി പ്രധാന ക്യാമ്പസിൽ വാഗ്ദാനം ചെയ്യുന്ന സൗകര്യങ്ങൾക്ക് തുല്യമാക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ നിലവാരത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറെ മുന്നിൽ നിൽക്കുന്ന പോണ്ടിച്ചേരി സർവകലാശാല മാഹിയിലും അതേ നിലവാരത്തിൽ പ്രവർത്തിക്കും. മയ്യഴിക്ക് പുറത്ത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ധാരാളമായി കമ്മ്യൂണിറ്റി കോളേജിൽ പഠിക്കുന്നുണ്ട്. പുതുച്ചേരി സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമേ മാഹി കമ്മ്യൂണിറ്റി കോളേജിൽ പഠിക്കാനാവൂ എന്നൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. അതിൽ മാറ്റം വരണമെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. ക്യാമ്പസിന് സ്ഥിരമായ സ്ഥലം ലഭ്യമായി കഴിഞ്ഞാൽ കോളേജിനായി കെട്ടിടം നിർമ്മിക്കാൻ സർവകലാശാല അടിയന്തര നടപടി സ്വീകരിക്കും. കൂടാതെ പ്രാദേശിക സമൂഹം വളരെയധികം ആവശ്യപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമായ തൊഴിലധിഷ്ഠിതവും നൂതനവുമായ കോഴ്സുകൾ മാഹി കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കും. പോണ്ടിച്ചേരി സർവകലാശാലയിലെ മാഹി സെന്ററും കമ്മ്യൂണിറ്റി കോളേജും വൈസ് ചാൻസലറും വിവിധ വകുപ്പുകളിലെ ഡീൻ പ്രൊഫസർമാരോടൊപ്പം സന്ദർശിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാല മാഹി കേന്ദ്രം കമ്മ്യൂണിറ്റി കോളേജിലെ കോഴ്സുകൾ വളരെയേറെ തൊഴിൽ സാധ്യതയുള്ളതും കാലത്തിന്റെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ളതാണെന്നും സെന്റർ മേധാവി പ്രൊഫസർ MP രാജനും വിശദീകരിച്ചു. ഇവിടെ നിന്നും വിവിധ BVoc കോഴ്സുകൾ പഠിച്ചിറങ്ങിയ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇന്ത്യയിലും വിദേശത്തുമായി വൻകിട സ്ഥാപനങ്ങളിൽ ജോലി കരസ്ഥമാക്കിയിട്ടുണ്ട്. മിക്ക കോഴ്സുകളുടെയും യൂണിവേഴ്സിറ്റി പരീക്ഷ റിസൾട്ട് 100%. കമ്മ്യൂണിറ്റി കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡീൻമാരായ സിബ്നാഥ് ദേബ്, പ്രൊഫസർ P നടരാജൻ, പ്രൊഫസർ വെങ്കട്രാവു, E ശ്രീകല, പ്രൊഫസർ T ചിത്രലേഖ എന്നിവർ പങ്കെടുത്തു. മാക്കുനി പ്രദേശത്ത് വെള്ളം കയറുന്നത് പൂർണ്ണമായും തടയാൻ വേലാഞ്ചിറ സ്ക്വയറിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നു. ഇതിന്റെ ഭാഗമായി മാഹി MLA രമേശ് പറമ്പത്തും PWD ഉദ്യോഗസ്ഥനും വേലാഞ്ചിറ സന്ദർശിച്ചു. UDF കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്നാണ് MLA എത്തിയത്. കരിങ്കൽ ഭിത്തിയുടെ മുകളിൽ 3 അടിയോളം ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് MLA പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. പുതുച്ചേരിയെയും കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വേലഞ്ചിറ. കനത്ത മഴയിൽ പുഴ കവിഞ്ഞൊഴുകി എന്നും വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവിടം. പുഴ കവിഞ്ഞു വരുന്ന മലവെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തുന്നതും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും എല്ലാ വർഷവും പതിവായിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് പന്നിന്നൂർ പഞ്ചായത്ത് 1ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലഞ്ചിറയുടെ ഒരു ഭാഗത്ത് കൂറ്റൻ തടയണം നിർമ്മിച്ച് കയർ ഭൂവസ്ത്രം അണിയിക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ കാലവർഷത്തിൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നില്ല. വേലഞ്ചിറ 2ാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി UDF സംഘം രമേശ് പറമ്പത്ത് MLAയെ കണ്ട് നിവേദനം നൽകി.
കാര്യത്തിന്റെ ഗൗരവം കണ്ടു മനസ്സിലാക്കിയ MLA പുതുച്ചേരി PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ തുളസിംഗത്തിനൊപ്പം പ്രദേശം സന്ദർശിച്ചു. മാഹിയുടെ ഭാഗമായ കരിങ്കൽ ഭിത്തി നേരിട്ട് കണ്ട MLA കരിങ്കൽ ഭിത്തിയുടെ മുകളിൽ 3 അടിയോളം ഉയരത്തിൽ ഭിത്തി കെട്ടി സംരക്ഷിക്കാം എന്ന് ഉറപ്പു നൽകി. മൂലക്കടവ് പ്രദേശത്ത് കാലാകാലങ്ങളായി ഈ പ്രദേശത്ത് മഴക്കാലങ്ങളിൽ വെള്ളം കയറി ഈ പ്രദേശത്തെ ആളുകൾ ഏറെ ദുരിതം അനുഭവിക്കുന്നതാണ്. കഴിഞ്ഞ 2007 പോണ്ടിച്ചേരി ഗവൺമെൻറ് ഈ പുഴയുടെ ഒരു ഭാഗം, മാഹിയുടെ ഭാഗം നല്ല രീതിയിൽ റിട്ടേൺ വാൾ കെട്ടി ഈ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചതാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ഇപ്പോൾ ഈ പ്രദേശത്ത് മഴക്കാലങ്ങളിൽ നല്ല വെള്ളം വരുന്നത് കൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ ജനവിഭാഗക്കാരും ഇതിൽ വളരെയധികം താല്പര്യപൂർവ്വം എന്നെ അറിയിക്കുകയും ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുളസി ഉൾപ്പെടെ ഈ പ്രദേശം വന്ന് സന്ദർശിക്കുകയും നിലവിൽ കെട്ടിവെച്ച ഈ റിട്ടേൺ വാളിൻ്റെ മുകളിൽ 2 അടി കൂടെ കെട്ടിപ്പൊന്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തത്വത്തിൽ ഇന്ന് അത് അംഗീകരിക്കുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് പൂർത്തിയാക്കി ഉടൻ തന്നെ ജോലി ആരംഭിക്കുമെന്ന് നാട്ടുകാർക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഖാന്തരം ഇവിടെ ഉറപ്പ് നൽകുകയാണ്. UDF നേതാക്കളായ PK ഹനീഫ, K ശശിധരൻ മാസ്റ്റർ, N ഉണ്ണി മാസ്റ്റർ, ജാഫർ ചമ്പാട്, KK വത്സൻ, മുൻ മാഹി മുനിസിപ്പൽ കൗൺസിലർ മോഹനൻ, സാജൻ, റഫീഖ് പാറയിൽ, നിങ്കിലേരി മുസ്തഫ, TP പ്രേമനാഥൻ, MP വാസുദേവൻ, സരീഷ് കുമാർ മാക്കുനി, PP റഫ്നാസ്, PV സുലൈമാൻ, മഹറൂഫ് തവരക്കാട്ടിൽ, PK സമീർ എന്നിവർ ഒപ്പമുണ്ടായി. ഒരു പ്രദേശത്തിന്റെ ആകെ പ്രശ്നം പരിഹരിക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെയാണ് UDF തടയണ നിർമ്മിച്ചതെന്നും പുതുച്ചേരിയുടെ ഭാഗത്ത് കരിങ്കൽ ഭിത്തി ഉയരുക കൂടി ചെയ്യുന്നതോടെ വെള്ളം കയറുന്ന പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാകുമെന്നും UDF നേതാക്കളായ K ശശിധരനും PK ഹനീഫയും പറഞ്ഞു. ഈ മഴക്കാലമാകുമ്പോഴേക്ക് ഈ പൊന്നും പുഴയിൽ നിന്ന് വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഈ പ്രദേശമൊക്കെ വെള്ളത്തിൽ മൂടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയും ബന്ധപ്പെട്ട അധികാരികളൊക്കെ പല പ്രാവശ്യം ഈ നാട്ടിലെ ജനങ്ങൾ, ഈ പ്രദേശത്തെ ജനങ്ങൾ സമീപിക്കുകയും അവരുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇവിടുത്തെ അധികാരികൾ അതിനനുകൂലമായി കണ്ണു തുറക്കാത്ത സാഹചര്യത്തിലാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾ അല്ലെങ്കിൽ നാട്ടുകാർ UDFൻ്റെ നേതൃത്വത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു തടയണ മണ്ണിട്ട് ഒരു മൺതിട്ട ഒരു 100, 150, 200 മീറ്ററോളം ദൂരത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ കെട്ടിപ്പൊക്കി ഇതിൻ്റെ വെള്ളം കയറി അപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിൽ, വയലുകളിലും പറമ്പുകളിലും വീടുകളിലും വെള്ളം എത്തുന്നത് തടഞ്ഞു നിർത്താൻ ഒരു ശ്രമം നടത്തുകയും ആ ശ്രമം വിജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പക്ഷേ അതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന പോണ്ടിച്ചേരി മാഹി പ്രദേശത്ത് അവിടെ നേരത്തെ തന്നെ കരിങ്കൽ ഭിത്തി കെട്ടി, പുഴയ്ക്ക് സൈഡിൽ കരിങ്കൽ ഭിത്തി കെട്ടി ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ വരുന്ന ഈ പ്രദേശത്ത് മൺതിട്ട കെട്ടി ഉയർത്തിയതിന് ശേഷം ആ ഭാഗത്ത് കൂടി ഇപ്പോൾ ആ പ്രദേശത്തേക്ക് വെള്ളം ഒഴുകി വരാത്തതും പിന്നെ തുടർന്ന് ഇതിലേ കൂടിയാണ് പിന്നെ ഇപ്പോൾ ഈ കരിങ്കൽ ഭിത്തി കെട്ടിയതിലൂടെയാണ് ഇപ്പോൾ വീണ്ടും വെള്ളം ഉയർന്ന് ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്നത്. അതിനെന്താണ് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് പരിശോധിച്ചപ്പോഴാണ് ഇവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് UDFൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ മാഹി MLAയെ പോയി കാണുകയും അതിനുവേണ്ടി ഒരു നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ഞന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി വളരെ എടുത്ത ഒരു ഏറെ ജന ഉപകാരമായ ഒരു കാര്യമാണ് ഇവിടെ ഇന്ന് നടന്നത്. നേരത്തെ താൽക്കാലിക തടയണ നിർമ്മിക്കുകയും കേരളത്തിൽപ്പെട്ട 1-ാം വാർഡിലെ പഞ്ഞന്നൂർ പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൻ്റെ ഭാഗമായ പ്രദേശത്ത് ഇവിടെയുള്ള ഏതാനും ചെറുപ്പക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഏതാണ്ട് 80 മീറ്ററോളം താൽക്കാലിക തടയണ കെട്ടി അതിൻ്റെ മേൽ നെറ്റിട്ടുകൊണ്ട് അത് ബന്ദോബസ്ത് ചെയ്തപ്പോൾ തന്നെ ഈ പ്രദേശത്ത് ഈ വർഷക്കാലം ഇതുവരെ ഈ ആഗസ്റ്റ് 7 വരെ ഉണ്ടായ മഴയ്ക്ക് യാതൊരു പ്രയാസവും അനുഭവപ്പെട്ടില്ല. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ പോണ്ടിച്ചേരിൻ്റെ ഭാഗമായ മാഹി പ്രദേശത്തിൻ്റെ ഭാഗമായ നേരത്തെ
കരിങ്കൽ ഭിത്തി കെട്ടിയ പ്രദേശത്ത് ഒരു 3 അടി ഉയരത്തിൽ ഏതാണ്ട് 80 മീറ്റർ 100 മീറ്ററോളം അതിനെ ഉയർത്തിക്കഴിഞ്ഞാൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്ന് ഈ പ്രദേശത്തുള്ളവരും UDFൻ്റെ നല്ലവരായ നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാഹി MLAയെ സമീപിക്കുകയും അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഈ കാര്യം ഏറ്റെടുത്തുകൊണ്ട് അവിടെയുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അദ്ദേഹം ഒപ്പരം കൂട്ടി ഇന്ന് ഇവിടെ വന്ന് ഈ പ്രദേശമൊക്കെ കാണുകയും ഇതിന് വേണ്ട പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. നിങ്കിലേരി മുസ്തഫ ചെയർമാനായും സരീഷ് കുമാർ കൺവീനറുമായി 2024 നവംബറിൽ രൂപീകരിച്ച കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333.
കണ്ണൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകൾ തുടരുന്നു. ചൊക്ലി 90ാം കുന്നിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മുളങ്കാടുകൾ വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുന്നു. 100 മീറ്ററോളം നീളവും 20 മീറ്ററോളം ഉയരവുമുള്ള മലയുടെ എല്ലാ ഭാഗങ്ങളിലും നൂറുകണക്കിന് മുളം തൈകൾ മുളങ്കാടിനായി നട്ടുപിടിപ്പിക്കുകയാണ് മുള പ്രചാരകൻ ഇ സുനിൽകുമാർ. സുനിൽകുമാർ നടത്തുന്ന 75ാമത് സൗജന്യ മുളങ്കാട് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ചൊക്ലി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ നടന്നു. പ്രശസ്ത മുളപ്രചാരകൻ ഇ സുനിൽകുമാറിന്റെ 75ാമത് സൗജന്യ മുളങ്കാട് നിർമ്മാണ ചടങ്ങ് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ഉദ്ഘാടനം ചെയ്തു. NSSന്റെ വളണ്ടിയേഴ്സ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ്. പ്രജല ടീച്ചറും സിറാജ് മാഷ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ NSSന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു ടീമാണ് NSSന്റെ ഈ കോളേജിലെ കുട്ടികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സംഗീത ടീച്ചറുടെ ശിക്ഷണത്തിൽ ഈ വരുന്ന 50 കുട്ടികൾ ഇതിനെ പരിപാലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മുള സസ്യത്തിൽ പെട്ട ഏറ്റവും വലിയ ചെടിയാണ് ഈ മുള എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്ന, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മരങ്ങളെല്ലാം തന്നെ നമുക്ക് ആപത്ത് വരുമ്പോൾ മുറിച്ചു മാറ്റാതെ നിവൃത്തിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വെച്ചുപിടിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലേ? പ്രകൃതിയെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമ്മളെ കാലാവസ്ഥയൊക്കെ നമുക്ക് വിപരീതമായിട്ട് വരുന്നത്. അല്ലേ? ആണോ? നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ടോ? സമയം കിട്ടാറില്ല അല്ലേ? ക്രെയിനുകളുടെ സഹായത്തോടെ അതിസാഹസികമായി കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ മുളങ്കാടിനായി മുളന്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നത്. ഓട, സിട്രസ്, ബുദ്ധ, വൈറ്റ് ലീഫ്, ജിഞ്ചർ ബാംബു, യെല്ലോ ബാംബു, ലാത്തിമുള, വാക്കിംഗ് ബാംബു, ഇല്ലിമുള, ഗാർഡൻ ബാംബു, ബിലാത്തി, വള്ളിമുള തുടങ്ങിയ ഇനത്തിൽപ്പെട്ട മുളന്തൈകളാണ് ഇവിടെ വെച്ചുപിടിപ്പിക്കുന്നത്. തികച്ചും സൗജന്യമായാണ് സുനിൽകുമാർ ഇത് ചെയ്യുന്നത്. സുനിൽകുമാർ ഒരു ജീവിത നിയോഗം പോലെ തുടങ്ങിവെച്ച ഈ മുളവൽക്കരണം മെഡിക്കൽ കോളേജ്, സെൻട്രൽ ജയിൽ, പോലീസ് സ്റ്റേഷനുകൾ, പാർക്ക്, കോളേജുകൾ, സ്കൂളുകൾ, നടപ്പാതകൾ, കുന്നിൻ ചെരുവുകൾ, പുഴയോരങ്ങൾ, കടൽ തീരങ്ങൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിലായി 6000-ൽ പരം തൈകൾ ഇതിനോടകം വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഹിമാലയത്തിലടക്കം രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി വനയാത്ര നടത്തിയ സുനിൽകുമാർ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാടുകളിൽ നിന്നും ശേഖരിച്ച 52-ൽ പരം ഇനങ്ങളിൽപ്പെട്ട മുളകൾ സുനിൽകുമാറിന്റെ വീട്ടിലുണ്ട്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വള്ളിമുളകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. നിരവധി ഗവേഷണ വിദ്യാർത്ഥികൾ അവരുടെ പഠനാർത്ഥം സുനിൽകുമാറിന്റെ വീട്ടിലെ മുളങ്കാട് സന്ദർശിക്കാറുണ്ട്. സുനിൽകുമാറിന്റെ 75ാമത് മുളങ്കാട് നിർമ്മാണമാണ് കോളേജിൽ നടന്നത്. നമ്മൾ 7 വർഷത്തിന് മുകളിലായി ഇത്തരം സൗജന്യമായിട്ട് മുളങ്കാടുകൾ നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും വെക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വനയാത്രകൾ എനിക്ക് നടത്താനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്, ഇന്ത്യയിലും വിദേശത്തുമെല്ലാം. അത്തരം വനയാത്രകളാണ് എനിക്ക് ഈ മുളകളോടുള്ള പ്രചോദനവും അത് പ്രചരിപ്പിക്കാനും ഉള്ള സാഹചര്യം ഉണ്ടായത്. ഇതിനോടകം തന്നെ നമ്മൾ 75ഓളം സ്ഥലങ്ങളിൽ മുളങ്കാട് വെച്ച് കഴിഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിൽ, അമൃത സ്കൂൾ കണ്ണൂർ, പല പല പോലീസ് സ്റ്റേഷനുകൾ, മെഡിക്കൽ കോളേജ്,
എഞ്ചിനീയറിംഗ് കോളേജ്, വഴിയോര നടപ്പാതകൾ, കുന്നിൻ പ്രദേശങ്ങൾ, കടൽ തീരങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു 3 വർഷത്തിന് മുമ്പ് ചെയ്ത ഒരു മുളങ്കാടാണ്. അതാണ് ഈ കാണുന്ന മുളകളെല്ലാം. ഈ മുളകൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എല്ലായിടത്തും ഈ മുളങ്കാടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് പതുക്കെ അതിൻ്റെ തോത് കുറഞ്ഞു വന്നു. മുളകൾ ശരിക്ക് നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആഗോള താപനത്തിൻ്റെയും മറ്റ് പല പ്രശ്നങ്ങൾക്കും ഈ മുളകൾ ഒരു പരിധിവരെ സഹായകരമാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മരങ്ങളെ അപേക്ഷിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് മുളകൾ വലിച്ചെടുക്കുകയും അതിന് ആനുപാതികമായി ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഇത് ആഗോള താപനത്തിനൊക്കെ ഒരു പരിധിവരെ തടുക്കാനുള്ള ഒരു പ്രചോദനം തന്നെയാണ്. ഇനി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന മുളകൾ ഇല്ലിമുള, ഓട, ബുദ്ധ ബാമ്പു, വൈറ്റ് ലീഫ്, സ്റ്റിക്ടെക്സ്, ബിലാത്തി, മറ്റിത്തരം ഒരുപാട് ടൈപ്പിലുള്ള പല മുളകളും നമ്മൾ പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഏകദേശം ഒരു 52ഓളം ഇനത്തിൽപ്പെട്ട മുളകളുണ്ട്. അത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഞാൻ ശേഖരിച്ചതാണ് ആ മുളകളൊക്കെ. അത് ഇന്ന് പറയുകയാണെങ്കിൽ അത് ഒരുപാട് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട്. അവർ വരുന്നു, അതിനെപ്പറ്റി പഠിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് സിറാജുദ്ദീൻ, വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ സുസ്മിൻ ജെയിംസ്, MR കവിത, സൂപ്രണ്ട് മിനി സുരേഷ്, NSS വളണ്ടിയർ ശിവാനി ജസീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ധനൂറ ഷിജു, NSS കോർഡിനേറ്റർ TP സംഗീത എന്നിവർ സംസാരിച്ചു. തലശ്ശേരിയിലെ പ്രമുഖ തറവാടായ മുരിക്കോളി തറവാട് കുടുംബസംഗമം ഓഗസ്റ്റ് 10 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 300 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മുരിക്കോളി തറവാട് കുടുംബസംഗമം ഈ മാസം 10 നടക്കും. എരഞ്ഞോളി ഓറിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 300-ലേറെ വർഷങ്ങൾ ചരിത്രമുള്ള ഈ തറവാടിന്റെ ഇന്നേ വരെയുള്ള കാലഘട്ടത്തിൽ നടത്താൻ സാധിക്കാതിരുന്ന ഒരു മഹാ കൂട്ടായ്മയാണ് ഓഗസ്റ്റ് 10 നടക്കാൻ പോകുന്നത്. തറവാട്ടിലെ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും പല അംഗങ്ങൾക്കും തമ്മിൽ അറിയാനോ പരിചയപ്പെടാനും സാധിക്കാത്ത ഇന്നത്തെ ജീവിതക്രമത്തിൽ ഏറ്റവും അത്യാവശ്യമായി നടക്കേണ്ട ഒരു ചരിത്ര സംഭവമാണ് ഈ സംഗമം. ഓഗസ്റ്റ് 10 എരഞ്ഞോളിയിലെ ഓറിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മുരിക്കോളി തറവാടിൻ്റെ ഈ സംഗമത്തിലേക്ക് പഴയ തലമുറയിലെയും പുതുതലമുറയിലെയും 800-ലധികം അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും. ഉമ്മർകുട്ടി പിലാക്കുൽ, മുഹമ്മദ് മുരിക്കോളി, TP നവാസ്, അസ്ലം പർവീസ്, VP ഷഫീഖ്, M നഫ്സീർ, KP നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ന്യൂമാഹി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമ്പൂർണ്ണ സാമൂഹ്യക്ഷേമ യജ്ഞ ക്യാമ്പയിന് തുടക്കമായി. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സൈത്തു ഉദ്ഘാടനം ചെയ്തു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സൈത്തു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്ന് ബിനീഷ് മാനേജർ ഇവിടെ വിശദീകരിക്കും. കാരണം ഈ ജനങ്ങൾക്ക് കിട്ടേണ്ടതായ ഒരുപാട് സ്കീമുകളുണ്ട് ഇൻഷുറൻസിന്റെ, അത് ജനങ്ങൾക്ക് കിട്ടുക എന്നതാണ് ഈ ക്യാമ്പയിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രീമിയം അടച്ചുകൊണ്ട് ഒരു 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടുന്ന സ്കീമാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. വാർഡംഗം ഷീബ അധ്യക്ഷയായി. തലശ്ശേരി FL കൗൺസിലർ M സുരേഷ് ബാബു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ, വാർഡംഗം സെമിരാജ്, CDS ചെയർപേഴ്സൺ ലീല, പഞ്ചായത്ത് സെക്രട്ടറി K ലസിത എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഓഫ് ബറോഡ മാനേജർ ചാർലി അഗസ്റ്റിൻ സ്വാഗതവും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജർ ബിനീഷ് നന്ദിയും പറഞ്ഞു. സർക്കാരിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം ബാങ്ക് ഓഫ് ബറോഡ, കേരള ഗ്രാമീൺ ബാങ്ക്, യൂണിയൻ ബാങ്ക്, SBI എന്നീ പ്രമുഖ ബാങ്കുകളും ന്യൂമാഹി ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് സമ്പൂർണ്ണ സാമൂഹികക്ഷേമ യജ്ഞ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൂവക്കുന്ന് യൂണിറ്റ് കൺവെൻഷൻ എലീസിയം ലൈബ്രറി ഹാളിൽ നടന്നു. KSSP പാനൂർ മേഖലാ സെക്രട്ടറി MC ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൂവക്കുന്ന് യൂണിറ്റ് കൺവെൻഷൻ എലീസിയം ലൈബ്രറി ഹാളിൽ നടന്നു. KSSP പാനൂർ മേഖലാ സെക്രട്ടറി MC ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
വിജ്ഞാനങ്ങളും അന്വേഷിക്കുവിൻ കൂട്ടരേ. പട്ടിണിയായ മനുഷ്യനായി പുസ്തകം കയ്യിലെടുത്തോളൂ. പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാവണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാം. ചുവക്കുന്ന് പ്രസിഡന്റ് സി സുരേന്ദ്രൻ അധ്യക്ഷനായി. ഇരുൾ പടരാതിരിക്കാൻ എന്ന വിഷയത്തിൽ KSSP ജില്ലാ കമ്മിറ്റി അംഗം കെ ഹരിദാസ് പ്രഭാഷണം നടത്തി. KSSP സെക്രട്ടറി MM സ്നേഹസുധ സ്വാഗതവും കെ പ്രദീപൻ നന്ദിയും പറഞ്ഞു. തലശ്ശേരി മുബാറക് വിമൻസ് കോളേജ് കോൺവെക്കേഷൻ സെറിമണി 2025 സംഘടിപ്പിച്ചു. ഹോട്ടൽ നവരത്ന ഇന്നിലാണ് പരിപാടി നടന്നത്. ഹംദർദ് യൂണിവേഴ്സിറ്റി കണ്ണൂർ ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ അയ്യൂബ് CP ഉദ്ഘാടനം ചെയ്തു. വളരെ ഫ്രീഡം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചു പോന്നിട്ടുള്ള 10-20 വർഷം. ഇനി നിങ്ങൾ നേരിടേണ്ട ചാലഞ്ചസ് ഇല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയും നിങ്ങളെ ഒരു സക്സസ് രുചിച്ചിട്ടില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ജീവിതമാണെങ്കിലും, പ്രൊഫഷണൽ ആയി കഴിഞ്ഞാലും വൈവാഹിക ജീവിതമായി കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെയധികം ചാലഞ്ചസ് ഉണ്ടാകും. അത് എത്ര ബോൾഡായിട്ട് നിങ്ങളത് നേരിടുന്നുണ്ടോ അതാണ് നിങ്ങളുടെ കഴിവ്. ഇങ്ങനെ ബോൾഡായിട്ട് നേരിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയോ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്താണെന്നുള്ളത്? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂള് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളുടെ ഈ മലബാർ ഏരിയയിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കമായി നിന്നിരുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ നിന്നിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇത്തരത്തിലുള്ള നമ്മുടെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം നേടി ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും PhD ഒക്കെ നേടി ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച കുറേ വ്യക്തികളുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ഈ നമ്മുടെ മുബാറക് സ്കൂൾ സ്ഥാപിച്ചിട്ടുള്ള മഹാവ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ തലശ്ശേരിയിലുള്ള മിക്കവാറും പെൺകുട്ടികൾ പഠിച്ച് ഉയർന്ന നിലയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അവരെ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നിങ്ങളെ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചു കൊണ്ടുവന്നിട്ടുള്ള നിങ്ങൾ ജെൻസിയാണ്. ജെൻസി സ്റ്റുഡൻസ് ആവുമ്പോഴേ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു അഡ്വൈസ് തരുന്നത് ഇഷ്ടപ്പെടുന്ന കുട്ടികളല്ല. നിങ്ങളെ കൂടുതലായിട്ട് പറയുന്നതോ നിങ്ങൾക്ക് വേണ്ടി ഉപദേശം തരുന്നതോ നിങ്ങളുടെ കൂടുതലായിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പാണ്. സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. ഫാത്തിമ സൻഹ സലീം, Lulu Fatima. These students are from Nida Fatima Pitwana Bashir and give away the Fida Fatima K. Now Fatima MP. കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് സി ഹാരിസ് ഹാജി അധ്യക്ഷനായി. കോളേജ് കമ്മിറ്റി സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ AP സുബൈർ, ജോയിസ് ഒലിവർ, കോളേജ് പ്രിൻസിപ്പൽ നൂറ നാസർ, CA അബൂബക്കർ, തഫ്ലീം മാണിയാട്ട്, ANB ഷാഹിദ്, ശ്രുതിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi. The biggest showroom and experience center in South India for tiles and sanitary ware.
has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പിണറായി AKG മെമ്മോറിയൽ GHS സ്കൂളിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി കൂട്ടുകൂടാം, മക്കളെ ചേർത്തുപിടിക്കാം എന്ന പേരിൽ രക്ഷാകർതൃ പരിപോഷണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ORC സ്കൂൾ, വിമുക്തി ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇന്റർനാഷണൽ ട്രെയിനർ നിതിൻ നങ്ങോത്ത് ക്ലാസ് എടുത്തു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ പദ്ധതിയായ ORC കൂട്ടായ്മയും സ്കൂൾ വിമുക്തി ക്ലബും ചേർന്നാണ് രക്ഷിതാക്കൾക്ക് കൂട്ടുകൂടാം, മക്കളെ ചേർത്തുപിടിക്കാം എന്ന പേരിൽ രക്ഷാകർതൃ പരിപോഷണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്റർനാഷണൽ ട്രെയിനർ നിതിൻ നങ്ങോത്ത് ക്ലാസ് എടുത്തു. പാറക്കെട്ടുകളിലും മറ്റെല്ലായിടത്തും ഒരുപോലെ പെയ്തിറങ്ങുന്നു. മഴ പെയ്യിക്കാൻ വേഗം നല്ല സ്ഥലവും നോക്കില്ല അല്ലെ. ആള് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഈ പരിപാടിയിൽ നിന്ന് വെള്ളം ചേർക്കില്ല, പറയാൻ വന്ന കണ്ടന്റ് മുഴുവനായിട്ട് പറഞ്ഞിട്ട് പോകും. എനിക്ക് നല്ലൊരു കൈയടി ആവശ്യമുണ്ട്. ഈ ഒഴിഞ്ഞിന്റെ അധ്വാനം ആവശ്യമാണ്. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. ചിരിച്ചിരിക്കാൻ 14 മസിൽസിന്റെ സ്ട്രെയിനേ വേണ്ടു, ആയുസും കൂടും. നിങ്ങൾ ഗൗരവത്തിലാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ഗൗരവത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരാവും. കൊടുക്കുന്നതേ കിട്ടൂ. റൂട്ട് നന്നായാലേ ഫ്രൂട്ട് നന്നാവും. റൂട്ട് നന്നായാലേ ഫ്രൂട്ട് നന്നാവും. കോപം കൊടുത്താൽ കോപം കിട്ടും, സ്നേഹം കൊടുത്താൽ സ്നേഹമാണ് തീർച്ചയായിട്ടും. കൊടുക്കുന്നതേ കിട്ടൂ. ഇൻപുട്ട് ഔട്ട്പുട്ട്. ബി പോസിറ്റീവ്, ബി ബെറ്റർ. ഞാൻ ഈ അടുത്ത് ചെയ്തത് ഏറ്റവും ആള് കുറഞ്ഞ ഒരു ഓഡിയൻസ് ആണ് ഇത്. ഇന്നലെ ഉപ്പളയിൽ PTA പ്രസിഡന്റ് എലിയൻ അനിൽകുമാർ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ഡോക്ടർ ജയേഷ് ബരയിൽ, ORC വിമുക്തി എന്നിവയുടെ കൺവീനർ MA അനിൽകുമാർ, ജലജ എന്നിവർ സംസാരിച്ചു. 2025 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് IBR അച്ചീവറായി ഒരു കുഞ്ഞു പ്രതിഭ. ചെറുപറമ്പ് ചിറ്റിക്കരയിലെ ഐറവ് S ഗോവിന്ദ് എന്ന 1 വയസ്സും 11 മാസം പ്രായമുള്ള കുഞ്ഞാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇത് എന്താ? ട്രാക്ടർ. ഗുഡ്. ഇത് ജീപ്പ്. ഇത്
ബുള്ളറ്റ്. ഓക്കെ, ഇത് ബസ്. ഇത് ഇനി എന്താ തരുക? സ്ക്വയർ തരൂ. സ്ക്വയർ പ്ലീസ്. ചെറുപറമ്പ് ചിറ്റിക്കരയിലെ പാറായി സരീഷിന്റെയും ഐഷ്ണയുടെയും മകനാണ് ഐറബ് എസ് ഗോവിന്ദ്. 1 വയസ്സും 9 മാസവും പ്രായമുള്ളപ്പോഴാണ് 10 മൃഗങ്ങൾ, 14 വാഹനങ്ങൾ, 5 പ്രശസ്ത വ്യക്തികൾ, 10 കായിക ഇനങ്ങൾ, 9 പഴങ്ങൾ, 6 ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, 5 ആകൃതികൾ, 1 മുതൽ 10 വരെ എണ്ണങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ പേര് പറയൽ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളുടെ പേര് പറയൽ, ഒരു ഇംഗ്ലീഷ് നഴ്സറി റൈം പാടിക്കാണിക്കൽ എന്നിവ ചെയ്തത്. ഇതിനാണ് ഈ മിടുക്കൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ IBR അച്ചീവറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി. 2 വീക്ക് ആയപ്പോൾ തന്നെ A to Z എന്നുള്ള ഒരു ബുക്കാണ് ഇവരെ പെങ്ങൾ കൊണ്ടുകൊടുത്തത്. അപ്പോൾ ആ ബുക്ക് ഒരു 2 ആഴ്ച കൊണ്ട് ഫുള്ള് പറയാൻ തുടങ്ങി, A to Z ഉള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എൻ്റെ അനിയത്തി കുറച്ചേറെ ബുക്കുകൾ വാങ്ങിക്കൊടുത്ത്. ഇപ്പം ആനിമൽസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ ഒരു 13 ബുക്കോളം വാങ്ങിക്കൊടുത്തു. ഇത് ഇങ്ങനെ നമ്മൾ അവന് കാണിച്ചു കൊടുക്കുമ്പോൾ അവന് ക്യൂരിയോസിറ്റി കൂടും, എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ പിന്നെ പറയാൻ തുടങ്ങി, ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവനൊരു 2 ദിവസം കൊണ്ട് ഏകദേശം ഒരു ദിവസം പറഞ്ഞ കാര്യം ഒരു 2 ദിവസം കൊണ്ട് അവനെ തന്നെ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഇവനിങ്ങനൊരു കഴിവുണ്ടെന്ന്. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴയ ഉപകരണങ്ങളുടെ പ്രദർശനം വിദ്യാർത്ഥികൾക്ക് കൗതുകകരമായി. പുല്ലൂക്കര വിഷ്ണുവിലാസം UP സ്കൂളിലാണ് പഴയ ഉപകരണങ്ങളുടെ പ്രദർശനം നടന്നത്. 6ാം തരത്തിലെ അറബിക് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ മിനൽ അംസി ഇലൽ യൗം, ഇന്നലകളിൽ നിന്ന് ഇന്നത്തേക്ക് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് പഴയകാലത്തെ വിവിധ ഉപകരണങ്ങളുടെ പ്രദർശനം ഒരുക്കിയത്. പീരങ്കിയുണ്ട, താളിയോല, കട്ടക്കോൽ, കൂവപ്പൊടി ഉണ്ടാക്കുന്ന ഇരുമ്പുപകരണം, പെട്രോമാക്സ്, തീ ഉണ്ടാക്കുന്ന കല്ല്, നെല്ല് പുഴുങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന മരത്തിന്റെ ചട്ടുകം, വിവിധ അളവ് പാത്രങ്ങൾ, ആഭരണപ്പെട്ടി, വെറ്റിലപ്പെട്ടി, ടാപ്പ് റെക്കോർഡർ, കാസറ്റ്, റേഡിയോ, TV, ഫാക്സ് മെഷീൻ, ഉരൽ തുടങ്ങിയ വിവിധങ്ങളായ ഉപകരണങ്ങളുടെ പ്രദർശനമാണ് ഒരുക്കിയത്. ഇതിന്റെ എല്ലാ പേരുകളും അറബിയിലും പ്രദർശിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് തികച്ചും അപരിചിതമായ ഉപകരണങ്ങളുടെ പ്രദർശനം ഏറെ കൗതുകമായി. പുതിയ പഠന രീതിയിൽ ഇത്തരം പ്രദർശനങ്ങൾ, പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധ്യമാവുമെന്ന് സ്കൂളിലെ അറബിക് അധ്യാപകനും ഗ്രന്ഥകാരനുമായ നൌഷാദ് അണിയാരം പറഞ്ഞു. പ്രദർശനം സ്കൂൾ പ്രധാനാധ്യാപകൻ KP രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് അണിയാരം, അഭിനവ് ദാസ്, അരുൺ പാലക്കൂൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ സർവകലാശാലയിൽ സംഘർഷത്തിൽ 220 പേർക്കെതിരെ കേസെടുത്തത് SFI, MSF, KSU സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ്. തലശ്ശേരിയിൽ യാത്രക്കാരുടെ ഉറക്കം കെടുത്തിയ ഒരു മാല മോഷ്ടാവ്. മണിക്കൂറുകൾക്കുള്ളിൽ മാല നഷ്ടമായത് 3 പേർക്ക്. കൂത്തുപറമ്പ് മണ്ഡലം തൊഴിൽമേള ആഗസ്റ്റ് 23 പാനൂരിൽ. സംഘാടക സമിതി ഓഫീസ് തുറന്നു. മാഹി കമ്മ്യൂണിറ്റി കോളേജിൽ സ്ഥിരമായ ഒരു ക്യാമ്പസ് ലഭിക്കാൻ പോണ്ടിച്ചേരി സർവകലാശാല ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വൈസ് ചാൻസലർ പ്രൊഫസർ പ്രകാശ് ബാബു. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്നതിന് മുഖ്യ പരിഗണന നൽകുമെന്നും വൈസ് ചാൻസലർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.